അസ്സലാമലൈക്കും കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ പുതിയ ഷോപ്പിൻ്റെ ഫ്ലക്സും കാര്യങ്ങളും കമ്മിങ് സൂണിൻ്റെ ഫ്ലക്സ് വെക്കുകയാണ്. ഇതാണ് നമ്മൾ ഇത്രയും കാലം ജോലി ചെയ്തത്. അൽ ഇദ്ഹാർ സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. പുതിയ ഷോപ്പിൻ്റെ പേര് അസലിയ മാർട്ട് എന്നാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയ ഷോപ്പിൻ്റെ പുതിയ വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ പണിയുണ്ടായിരുന്നു. നമ്മൾ ഗോഡൗണിൽ കുറച്ച് സ്കൂൾ സാധനങ്ങളൊക്കെ ഇറക്കാനുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. കുറച്ച് കനം കൂടുതലാണ്, നോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ 1-2 ആളുകൾ സഹായിച്ച് നമ്മളെല്ലാം കൂടി ഉള്ളിലേക്ക് കയറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആവേശം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം ഇറക്കി കഴിഞ്ഞ് വേഗം ഒമാനിൻ്റെ വണ്ടി എടുത്തിട്ട് പറപ്പിച്ച് വേഗം റൂമിലേക്ക്. അങ്ങനെ നേരെ പോയത് നമ്മളന്ന് കിച്ചൺ ക്ലീനിങ് നമ്മുടെ ദിവസമാണ്. മുമ്പ് ആ വീഡിയോ ചെയ്തുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പുറകെ നിൽക്കുന്ന ആളാണ് നമുക്ക് 10-16 ആൾക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ ബംഗ്ലാദേശിലെ നമ്മുടെ റസാഖ് ഭായാണ്. അപ്പോൾ ആൾക്കൊരു ഹായ് കൊടുക്കുക എല്ലാവരും. അപ്പോൾ ഇന്ന് അദ്ദേഹം മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ റൂമും ക്ലീനും കാര്യം കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് യമനയുടെ കുഴിമന്തി കടയിലേക്കാണ്. ഒരു ചെറിയൊരു അൽഫാം കഴിക്കാൻ വെച്ചിട്ട് വന്നത്. കുറേ ആളുകൾ കൂടെ ഉണ്ട്, പക്ഷേ വീഡിയോയിൽ അവരൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട്, അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ ഒഴിവാക്കിയതാണ്. അപ്പോൾ പുറത്ത് നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യമനിയുടെ കട നമ്മൾ ആദ്യം ബംഗാളിൻ്റെ കട കാണിച്ചു തന്നു. അപ്പോൾ യമൻ്റെ കടയുടെ പ്രത്യേകത തന്നെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കാനുണ്ട്. ഇതല്ല പ്രത്യേകത. ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഒരു മജ്ലിസ് ഉണ്ട്. കാരണം ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ചെറിയ ഫാമിലിക്കോ കൂട്ടരൊക്കെ വന്നാൽ നേരത്ത് നമ്മൾ നാട്ടിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ ഇരുന്ന് കഴിക്കുന്നൊരു സെറ്റപ്പ് ഉണ്ട്. വലിയ കടയിൽ പോയതിനേക്കാളും വലിയ സെറ്റപ്പും കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പുറത്ത് തന്നെയാണ് ഞങ്ങൾ സീറ്റ് ആക്കിയത്. അപ്പോൾ അവിടെ മയോണീസും കാര്യങ്ങളൊക്കെ വന്നു. 3 തരം മയോണീസ് ഉണ്ട്. പിന്നെ അൽഫാമും വന്നു. കൂടെ കഴിക്കാനുള്ള റൊട്ടിയും വന്നു. പിന്നൊന്നും നോക്കിയില്ല, ചടപടെ 2 മിനിറ്റ് കൊണ്ട് സാധനം കാര്യമാക്കി. എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അവർ 7 കുടിച്ചപ്പോൾ നമുക്ക് 7 കുറേ ആയിട്ട് കുടിക്കലില്ല. അപ്പോൾ 2-3 നാരങ്ങ അവിടെ കിടക്കുന്നത് കണ്ടു. ഒന്നും നോക്കിയില്ല, ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് പൊതിഞ്ഞു റൂമിൽ കൊണ്ടുപോയി നല്ല ലൈം ടീ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് കൊണ്ടുപോയി ലൈം ടീ ഉണ്ടാക്കിയിട്ട് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ദീർഘമായതുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഇൻഷാ അല്ലാഹ്.